ഇനി നമുക്ക് എറണാകുളം ജില്ലയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. എറണാകുളം ജില്ലയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനാണ് നമ്മളുമായി ചേരുന്നത്. ആജ്ഞ, എറണാകുളം ജില്ലയിൽ ഈ തൊട്ടു മുന്നെയാണ് അവധി പ്രഖ്യാപിച്ച വാർത്തകൾ പുറത്തു വന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നോ? പെട്ടെന്ന് ഒരു അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം എന്താണ്? അനുശ്രീ, ഇന്ന് രാവിലെ 4 മണിയോട് കൂടിയാണ് ഈ 4 മണി മുതലുള്ള 3 മണിക്കൂർ റെഡ് അലർട്ട് എന്നുള്ള തരത്തിലേക്കാണ്. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത്. ഈ പറയുന്നത് പോലെ ഒരുപാട് വൈകിയാണ് ഇത്തരം മെസ്സേജ് ലഭിച്ചത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വലിയ മഴ പെയ്യാനുള്ള സാഹചര്യവും സാധ്യതയും കണക്കിലെടുത്തായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിൽ ഈ രാവിലെ 4 മണി മുതൽ 7 മണി വരെയുള്ള സമയം കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടിയന്തരമായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ചെല്ലാനം വരെയാണ് കടലാക്രമണം. അതായത് വലിയ 2 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുവള്ളങ്ങളും ബോട്ടുകളും കടലിലിറങ്ങരുത് എന്നുള്ള നിർദ്ദേശവുമുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെയും എറണാകുളം ജില്ലയിൽ കനത്ത മഴ പെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. എറണാകുളം ജില്ലയിലല്ല, പ്രത്യേകിച്ചും ഈ ടൗൺ ഏരിയയിൽ പ്രത്യേകിച്ചും മഴ തുടർച്ചയായി നിൽക്കുന്നുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ കനത്ത മഴ എന്നൊരു സാഹചര്യത്തിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. എന്തായാലും ഒരുപക്ഷെ ഈ 3 മണിക്കൂർ എന്ന് പറയുന്ന സമയം ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊരു പക്ഷേ ഇന്ന് തന്നെ ഈ പറയുന്ന ഒരു കനത്ത മഴയിലേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലെ സ്ഥിതി അറിയാലോ, ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോഴും അത്ര വലിയ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലുമൊക്കെ വെള്ളക്കെട്ടിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അതിനുള്ള മുൻകരുതൽ എന്നുള്ള നിലയിൽ തന്നെയാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത്. പക്ഷേ പലപ്പോഴും ഈ അവധി പ്രഖ്യാപിക്കൽ പലപ്പോഴും ഒരുപാട് രാത്രിയായി പോകുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും അധ്യാപകർക്കും ഒക്കെ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങളുമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ നേരത്തെയും ആളുകളുടെ പ്രതികരണത്തിൽ വന്നിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഇത്തരം ഒരു വലിയ ക്രൈസിസ് വരുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പറ്റില്ല, അതല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കാതെ പറ്റില്ല എന്നൊരു സാഹചര്യം കൂടി മുന്നിലുണ്ട്, ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിലുണ്ട്. എന്തായാലും ഇന്ന് ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. ഈ 3 മണിക്കൂർ, അതായത് രാവിലെ 4 മണി മുതൽ ഉള്ള സമയത്ത് 3 മണിക്കൂറാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പ് അറിയിച്ച പുതുക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 4 മണി മുതൽ 7 മണി വരെയുള്ള സാഹചര്യത്തിൽ ജില്ലയിൽ 3 മണിക്കൂർ സമയത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം അടിയന്തരമായി ഉണ്ടായത്. അനുശ്രീ, ശരി. ആജ്ഞ രവീന്ദ്രനാണ് നമ്മളുമായി കൂടുതൽ വിശദാംശങ്ങൾ, എറണാകുളത്തു നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.